നമസ്കാരം. സ്വാഗതം നല്ലൊരു വാക്കാണ്. ആദ്യമായി ഈ ഭൂമിയാണ് നമ്മളെ സ്വാഗതം ചെയ്തത് നമ്മളെ ജീവിതത്തിലേക്ക്. പിന്നീട് ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓരോ സ്വാഗതത്തിലൂടെയും നമ്മളിപ്പോൾ ഇതാ കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സ്വാഗതം. കേക്ക് സ്റ്റോറി എന്ന സിനിമ ഇപ്പൊ മധുരം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇപ്പൊ ഇത്തിരി ഡയബറ്റിക് ഉണ്ടെങ്കിൽ പോലും മധുരത്തോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്കുണ്ട് ഡയബറ്റിക്, എന്നാലും എനിക്ക് മധുരം കഴിക്കാതിരിക്കാൻ വയ്യ. ഇവിടെ മധുരമാണ് ഈ കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മധുരമാണ്, പ്രണയത്തിന്റെ മധുരമാണ്, സൗഹൃദത്തിന്റെ മധുരമാണ്, നിറങ്ങളുടെ മധുരമാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹാരിതയാണ് കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പൊ മധുരവും കേക്കിന്റെ മധുരവും, കേക്ക് ഇഷ്ടപ്പെടാത്ത ആരും തന്നെയില്ല, എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ്. കേക്കിന്റെ മധുരവും സിനിമയുടെ മധുരവും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാണ് ഇവിടെ. അപ്പൊ രണ്ട് മധുരങ്ങളും ചേർന്നാണ് ഞങ്ങൾ കേക്ക് സ്റ്റോറി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനൊരു പിന്നോട്ട് പോകുമ്പോ ഒരു കാര്യം പറയാനുണ്ട്. കോവിഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ വേദ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അച്ഛാ കോവിഡിന്റെ സമയത്ത് എല്ലാ വീടുകളും എന്ന് പറഞ്ഞോളം തന്നെ ഹോം ബേക്കിംഗ് തുടങ്ങി. എല്ലാ വീടുകളും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് കേക്കിനെ ആധാരമാക്കി ഒരു സിനിമ ഉണ്ടായിക്കൂടാ? ഞാൻ അവളോട് പറഞ്ഞു, ഈ ഒരു സബ്ജക്റ്റ് പറയുന്നുള്ളൂ. അവള് പറഞ്ഞ സബ്ജക്റ്റ് എനിക്കത് മനോഹരമായിട്ട് തോന്നി. അങ്ങനെ ഞാനത് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു. ഒരിക്കൽ ഞാൻ ബാദുഷിയോട് പറഞ്ഞു, ബാദുഷി പറഞ്ഞു, ചേട്ടാ നല്ല സബ്ജക്റ്റാണ്, നമുക്ക് പടം നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇതൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുകയാണ്. ആ സിനിമ യാഥാർത്ഥ്യമാവാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. 1-2 വർഷം കുറച്ച് സമയമെടുത്തു. നന്നായി ഞങ്ങൾ ബുദ്ധിമുട്ടി. ഇപ്പൊ സിനിമ പൂർത്തിയായിരിക്കുകയാണ്. ആ സിനിമ ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി ഈസ്റ്ററിന് തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി പല ഭാഗങ്ങളായിട്ട് ഏപ്രിൽ 19-ന് തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോ ഈ ഒരു മധുരം ആസ്വദിക്കാൻ നിങ്ങളെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ കേക്ക് സ്റ്റോറിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നിവിടെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് ഈ സിനിമയിൽ 3 പ്രശസ്തരായുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ഗുരുതുല്യനായി കാണുന്ന ജെറി അമൽദേവ് സാർ. അദ്ദേഹം ഒരു 35 വർഷം മുമ്പ് ഞാൻ ശശിമോഹൻ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ആ ബന്ധം ഇന്നും ഞങ്ങൾ തമ്മിൽ തുടരുന്നു. എനിക്കൊരു അച്ഛനോടുള്ള ബന്ധമാണ് ജെറി സാറിനോടുള്ള. എനിക്ക് സാറിനെ കാണുമ്പോൾ ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ അച്ഛനെയാണ് ഓർമ്മ പറയാറുള്ളത്. സാറിന്റെ മ്യൂസിക്കാണ്. സാറിന്റെ മ്യൂസിക്കിന് കോമ്പിനേഷൻ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്. ആ ഗാനം ആലപിച്ചിരിക്കുന്നത് സുജയതയും അദ്ദേഹത്തിന് അനൂപ് കൃഷ്ണ അവർ രണ്ടുപേരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അടുത്ത മ്യൂസിക് ഡയറക്ടർ SP വെങ്കടേഷ് സാറാണ്. SP വെങ്കടേഷ് എൻ്റെ ആദ്യത്തെ പ്രിയപ്പെട്ട ബുക്ക് തൊട്ടുള്ള പടങ്ങൾ, ഒരുപാട് പടങ്ങളുടെ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. മറ്റൊന്ന് റോണി റാഫേൽ. റോണി ഇവിടെ ഉണ്ട്. റോണി തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. റോണിയോടൊപ്പം വിവേക് മുഴക്കുന്നാണ് എഴുതിയിരിക്കുന്നത്. ഹരിശങ്കറാണ് പാടിയിരിക്കുന്നത്. SP സാറിന്റെ പാട്ട് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനും യാസിനുമാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ 5 പാട്ടുകളാണ് കേക്ക് സ്റ്റോറിയിലുള്ളത്. കേക്ക് സ്റ്റോറിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പറയേണ്ടതില്ല. കേക്ക് സ്റ്റോറി വരികയാണ്, നിങ്ങൾ കാണണം, കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ സ്വാഗതമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി എനിക്ക് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടായി മാറിയിരിക്കുകയാണ് മിനിസ്റ്റർ രാംദാസ് അത്തേവാലജിയോട്. കാരണം ഒരു പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനായി അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ആ തിരക്കിനിടയിൽ ഇവിടെ എറണാകുളത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് മാത്രം എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഡൽഹിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തെ മോസ്റ്റ് വെൽക്കം സാർ. ഇതെനിക്ക് സാധ്യമാക്കി തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 25 വർഷമായി എൻ്റെ സൗഹൃദത്തിലുള്ള രാജീവ് മേനോൻ.
RPI പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറിയാണ് രാജുവിന് സ്വാഗതം. പാർട്ടിയുടെ തന്നെ വൈസ് ചെയർമാനായ നുസ്രത് ജഹാന് സ്വാഗതം. ഈ പടത്തിലെ നായകവേഷം ചെയ്ത ബാബു അണ്ണനിക്ക് സ്വാഗതം. എൻ്റെ മകളുടെ കഥാപാത്രം, മകളാണ് ഇതിനകത്ത് ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, അവളുടെ കഥാപാത്രത്തിന്റെ നായകനായിട്ട് അഭിനയിച്ച അരുൺ കുമാറിനെ സ്വാഗതം. നീന, വേദയുടെ അമ്മയായിട്ട് അഭിനയിച്ച നീന കുറിപ്പിന് സ്വാഗതം. എൻ്റെ ബിസിനസ് പാർട്ണറായ ജയന്ത് കുമാറിന് സ്വാഗതം. എൻ്റെ ഗുരുവായിട്ടുള്ള എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിട്ടുള്ള ആദം മയൂർ സാറിന് സ്വാഗതം. എൻ്റെ ചിത്രത്തിൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്നോടൊപ്പം ഇതിലെല്ലാത്തിനും സഹായിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരൻ രാജശ്രീ ഫിലിംസിന്റെ രമേഷ് കുമാറിന് സ്വാഗതം. പിന്നെ എന്നോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ട് എനിക്ക് വളരെ അടുപ്പം തോന്നിയൊരു വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷൂട്ടിങ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര രസം തോന്നുന്നു. ഒരു പക്ഷെ നിങ്ങളെ നായകനാക്കി പോലെ ഞാൻ ഒരു ചിത്രം ചെയ്തേക്കാം. അത് മറ്റാരല്ല, മേജർ സർ. സ്വാഗതം. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത കഥാപാത്രം അദ്ദേഹം ഇന്നുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം എടുക്കുന്നത് വളരെ ഈസി ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അദ്ദേഹത്തിന് സ്വാഗതം. എൻ്റെ കൂട്ടുകാരൻ ഡയറക്ടർ സർജുലിന് സ്വാഗതം. മമ്മാലിക്ക സ്വാഗതം. സാലി സ്വാഗതം. അങ്ങനെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിട്ടില്ല. കണ്ണത്താമരക്കുളം, അതേപോലെ വിട്ടുവച്ചിട്ടുണ്ട്, ക്ഷമിക്കുന്നുണ്ട്. കണ്ണത്താമരക്കുളം ഇത് തുടങ്ങി എല്ലാവർക്കും സ്വാഗതം. ഈ സമയത്തിന് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് മനുഷ്യക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഈ ചിത്രം കേസ് സ്റ്റോറി എൻ്റെ മകളുടെ ആദ്യത്തെ ചിത്രമാണ്. അവൾ അഭിനയിക്കുന്നതും അവള് തിരക്കഥ എഴുതുന്നുള്ള ആ ചിത്രമാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. തിയേറ്ററിൽ എല്ലാവരും നിങ്ങൾ പോയി കാണണം.